ഇത് ഓസ്ട്രേലിയയാണ്. ഇനി ഇവിടെ ഇന്ത്യക്കാർ വേണ്ട, കുടിയേറ്റം അവസാനിപ്പിക്കണം. ഈ രാജ്യം ഓസ്ട്രേലിയക്കാർക്കുള്ളതാണ്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷവാദിയായ ഒരു കുടിയേറ്റ വിരുദ്ധൻ അദ്ദേഹത്തിന് നേരെ ആക്രോശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മോദിക്കെതിരെ കടുത്ത ഭാഷയിൽ ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം പാഞ്ഞെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പോലീസുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ തടയുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർ വേണ്ട എന്ന മുദ്രാവാക്യവുമായ ഹൂഗോ ലെബോൺ എന്ന ആളാണ് ഇത്തരത്തിൽ ബഹളം വെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി താമസിച്ച മെൽബണിലെ ഹോട്ടലിലാണ് സംഭവം നടന്നത്. പ്രധാനമന്ത്രി ആ ലോബിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇയാളാകട്ടെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്നാണ് ബഹളം വെച്ചത്. കുടിയേറ്റം അവസാനിപ്പിക്കണമെന്നും ഇയാൾ വിളിച്ചു പറയുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ ഇയാളെ അവിടെ നിന്നും ബലം പ്രയോഗിച്ച് തന്നെ മാറ്റിയെന്നാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ താമസ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇയാൾ എങ്ങനെ അറിഞ്ഞു എന്നതിനെ കുറിച്ച് പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. മാത്രമല്ല ഹോട്ടലിനുള്ളിൽ എങ്ങനെ ഇയാൾക്ക് പ്രവേശനം കിട്ടിയെന്നും അന്വേഷണം നടന്നു വരികയാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സ്വീകരണത്തിലും ഇയാൾ ബഹളം ഉണ്ടാക്കാൻ നോക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മെൽബണിലെ മാൽവാൺ സ്റ്റേഡിയത്തിൽ നടന്ന പ്രവാസി ഭാരതീയരുടെ പരിപാടിയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ പോലും അത് നടന്നില്ല. അത് മാത്രമല്ല പലയിടങ്ങളിലും ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചില സംഘടനയുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുള്ളതായി തന്നെയാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ നടന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കുടിയേറ്റ വിരുദ്ധ റാലിയായ മാർച്ച് ഫോർ ഓസ്ട്രേലിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരിൽ ഒരാൾ കൂടിയാണ് ഇയാൾ. ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്കൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളോ പ്രവാസി സംഗമത്തെയോ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ച ദ ഓസ്ട്രേലിയൻ അടക്കമുള്ള പ്രമുഖ പത്രങ്ങൾ മോദിയുടെ സന്ദർശനം അവിടെ വലിയ രീതിയിൽ പ്രാധാന്യത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. ചില മാധ്യമങ്ങളാകട്ടെ മോദിയെ മിസ്റ്റർ ഇന്ത്യ എന്നും അതുപോലെ തന്നെ വ്യാപാരത്തിലും പ്രതിരോധങ്ങളിലും എല്ലാം തന്നെ സമ്മാനങ്ങളുമായി തന്നെ മോദി എത്തിയെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദ ഏജ് എന്ന പത്രമാകട്ടെ അൽബാനിസിനും അതുപോലെ തന്നെ മോദി അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുന്ന വലിയൊരു തലക്കെട്ടോട് കൂടിയ ഒരു ഫോട്ടോ പങ്കുവച്ചുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിൽ വ്യാപാരം, ഊർജം തുടങ്ങിയ നിർണായക മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തന്നെ ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഓസ്ട്രേലിയയിൽ നിന്ന് ഭാരതത്തിലേക്ക് യുറേനിയം കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുകയാണ്. ഇതിനു പുറമെ തന്നെ പുനരുപയോഗ ഊർജം, ധാതുക്കൾ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാനും ഇവിടെ തീരുമാനമായതായിട്ടാണ് ഇവിടെ വാർത്തകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഓസ്ട്രേലിയയിൽ അദ്ദേഹം താമസിച്ച ഹോട്ടലിന് നേരെ ആക്രോശവുമായി തന്നെ ഒരു യുവാവാകട്ടെ അവിടേക്ക് പാഞ്ഞടന്നതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ഈ വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.